എനിക്ക് സക്സസ് മീറ്റിനൊക്കെ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഇമാൻ ചെയ്തത് ഒരു ചെറിയൊരു ഹാള്, അതിനകത്തൊരു കേക്ക്, ബട്ടർ ചിക്കൻ, നാൻ, ഇത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് വലിയ സംഭവമായി പോയി. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഇത്ര അധികം ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് കുറച്ച് വിറച്ചു തുടങ്ങി. അപ്പോൾ എങ്ങനെ വന്നിരിക്കുന്നു? സാധാരണ പോലെയാണ് വന്നിരിക്കുന്നത്. സോ എന്താണ് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അബിയുടെ ഒരു സിനിമ ഇങ്ങനെ. കാരണം അബീനെ കഴിഞ്ഞൊരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ആരോട് നന്ദി പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അബി ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ സിനിമ തുടങ്ങുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അത്യാവശ്യം സിനിമയൊക്കെ കാണുന്ന ആളാന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ആദ്യം പറഞ്ഞാണ്, എന്നിട്ട് ചോദിക്കൂ ഈ സിനിമ ഇങ്ങനെ തുടങ്ങിയാൽ മതിയോ ഇല്ലയോ എന്നൊന്ന് പറയുമെന്ന് പറഞ്ഞു. ഡോക്ടർ പഠനം അന്ന് രാത്രി വിളിച്ചു, ഈ സിനിമ തുടങ്ങാൻ ഇതിനേക്കാളും നല്ല വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. കാരണം അത് അബി ഈ സിനിമയുടെ ടോൺ സെറ്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ താഴ് തൊട്ട് ഈ സിനിമയുടെ സ്വഭാവം ജനങ്ങളിലേക്ക് മെല്ലെ 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 ഇങ്ങനെ ഫീഡ് ചെയ്യുന്നൊരു രീതിയാണ് അബി ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയിൽ ഏറ്റവും ക്രേസി ആയിട്ടുള്ള സിനിമയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രി തന്നെ വന്ന മോസ്റ്റ് ക്രേസിയസ്റ്റ് മൂവിയാണ്. ഈ ഒരു ജോണർ അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ല. സോ എൻറ്റയർ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടർ നാണോ. ഇതിന്റെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അഭിയാണ്. ഓ ഞാൻ അഭിയെടുത്ത് പലതവണ ചോദിച്ചിട്ടുണ്ട്, എടാ നിന്റെ വീടിന്റെ ചായത്തിൽ പാമ്പുണ്ടോ? സത്യം ഞാൻ ഒരുപാട് തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സൂക്ഷിക്കണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് നിങ്ങളായിരിക്കും അല്ലെ? ഈഗോ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സോ എനിഹൗ താങ്ക്സ് ഫോർ ഇന്നത്തെ ദിവസം ഇവിടെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന ഒരാളുണ്ട്. വളരെ തനതായ, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വേ ഓഫ് ആക്ടിംഗ് ആണ് അദ്ദേഹത്തിന്റെ ശൈലി. ആൻഡ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. സിനിമകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ജാവ സിമ്പിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിളായി എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒറ്റയ്ക്ക് ഇടം പിടിച്ച one and only Vinay Fort, inviting him onto the stage. നമ്മുടെ ജോയ് മൂവി പ്രൊഡക്ഷൻസിന്റെ upcoming മൂവി ആയിട്ടുള്ള ആട്ടം, he is there as well. സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പൊ കാസ്റ്റ് ലിസ്റ്റിൽ തന്റെ പേര് കണ്ടു. അപ്പോ എന്താണ് അഭിപ്രായം വെച്ചാൽ സാറോട് പറഞ്ഞു, ഞാൻ സാർ ഒന്നും നോക്കണ്ട, 100% കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭി ഒരുപാട് എപ്പോഴും ഒരു ഫിലിം മേക്കർ ഒരുപാട് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇദ്ദേഹം എന്നോട് സ്ക്രിപ്റ്റ് പറയുമ്പോൾ അതിനൊരു ഏറ്റവും ഇദ്ദേഹത്തിന് അറിയായിരുന്നു. പിന്നെ പറയുന്ന ക്ലീഷ്യസിനെ ബ്രേക്ക് ചെയ്യുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, അടുത്ത അല്ലെങ്കിൽ നിങ്ങളൊരു റോള് അല്ലെങ്കിൽ വേറെ അറേഞ്ച് ചെയ്തൊരു റോള് കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ റോള് ചെയ്യാൻ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നോ എന്നുള്ള എടുത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് മൂന്നുമണിയുടെ കാര്യമാണ്. കാര്യം എനിക്ക് അത്രക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര വർക്കായ അല്ലെങ്കിൽ വെരി വെൽക്കാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഫിലിമിലേക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനൊരു പരിപാടി നടക്കും എന്നുള്ളതും, അല്ലെങ്കിൽ ഇങ്ങനൊരു സക്സസ് സെലിബ്രേഷൻ നടക്കും എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മളതിന്റെ ഭാഗം എന്നുള്ളതൊക്കെ. അപ്പോൾ അഭിയായ സന്തോഷം. അഭിക്ക് വേണ്ടി സാധനം വേണ്ടി അലീസിന്റെ ഭാഗമായ എല്ലാ ആളുകൾക്കും പ്രത്യേക ആശംസകൾ. പിന്നെ ഇന്നിപ്പോ കുറെ ട്വിറ്ററുകാരും കുറെ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ സ്വാർത്ഥമായിട്ടുള്ളൊരു കാര്യം കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നുമണി ഒരു തരത്തിൽ പറഞ്ഞ വലിയ സിനിമയാണ്. അല്ലെങ്കിൽ ആ സിനിമയില് ഒരു സ്റ്റാർ ഉണ്ട്, അല്ലെങ്കിൽ ആ സിനിമയില് എന്താ പറയാ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സിനിമാ പ്രവർത്തകൻ ആ സിനിമയിലുണ്ട്. ഒരു വലിയ സ്റ്റാർകാസ്റ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഞാൻ ലൈഫ് ലോങ് സാറിനോട് ഭയങ്കര കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കൊരു 10-20 സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ നിർമ്മിച്ച ഒരാളാണ് അദ്ദേഹം. ആ സിനിമയുടെ പറയുന്ന ആട്ടം. എനിക്ക് തോന്നുന്നത് ജൂലൈയിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആനന്ദ് ഏകർഷിയാണ്. അപ്പോൾ ആ സിനിമയുടെ പ്രത്യേകത